ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് കുറച്ച് സവാള ചെറുതായിട്ട് അരിയാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് തക്കാളി, വളരെ കുറച്ച് മതി കേട്ടോ, കുറച്ച് തക്കാളിയും കൂടെ അരിയാം. പിന്നെ കുറച്ച് മല്ലിയിലയും. ഇതെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവക്കാഡോ എടുക്കുക, അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് കുരുവൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ആ ഫ്ലഷ് എടുത്ത് നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് മാഷായി വരും. അതിനകത്തോട്ട് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി, തക്കാളി, പിന്നെ മല്ലിയില, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ക്രഷ് പെപ്പറോട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് കുറച്ച് സൗർഡോ ബ്രെഡ് എടുത്ത് അതിനകത്താണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സൗർഡോ ബ്രെഡ് നല്ല ക്രിസ്പിയാണ്, നമ്മളത് ടോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും. അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഹെൽത്തിയാണ്. അപ്പോൾ അതിനകത്ത് മോസറല്ല ചീസിൻ്റെ സ്ലൈസസും പിന്നെ ഹാമും വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഈ അവക്കാഡോയുടെ മിക്സ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയല്ലോ അതുകൂടെ വെച്ചിട്ട് സാൻഡ്വിച്ച് ആക്കുക. എന്നിട്ട് ഒരു പാനിനകത്ത് കുറച്ച് ബട്ടർ ഇടുക, അതിനകത്തേക്ക് വെച്ച് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മുടെ പനീനി മേക്കർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പനീനി മേക്കർ ഉണ്ടല്ലോ, അതിനകത്ത് വെച്ച് ഇതുണ്ടാക്കാം. അപ്പോൾ അതിനകത്ത് ആ ഡിസൈൻ ആ പനീനി മേക്കറിനകത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രിൽ പാനിനകത്ത് വെച്ചും ഇതിങ്ങനെ ഉണ്ടാക്കാം. അപ്പം എല്ലാവർക്കും അത് കാണത്തില്ല, അതുകൊണ്ടാണ് ഞാനിത് നമ്മുടെ പാനിനകത്ത് വെച്ച് ഉണ്ടാക്കിയത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. ആ ചീസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റുമല്ലോ.